നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞിട്ട് ഞാനിതുപോലെ ഫ്രണ്ട്സൊക്കെ കോമഡി പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ ആരൊന്നും പറയത്തില്ല. പക്ഷെ ചിലർക്ക് മനസ്സിലാവും ഇതുപോലെ അവന് ചിരി വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ഇതുപോലെ ചിരിച്ചപ്പോൾ ഇടയ്ക്ക് ചിരിക്കുമ്പോൾ എന്നെ അടുത്തറിയുന്നൊരു ഒരു കൂട്ടുകാരനുണ്ട്. അവൻ പറഞ്ഞു പുള്ളി ഇതുപോലെ ചുമ്മാ ചിരിക്കും കേട്ടോ. അത് അവന് മനസ്സിലായപ്പോൾ ഞാൻ ഇവനിങ്ങനെ പെട്ടെന്ന് മനസ്സിലായി. കുറേയൊക്കെ ട്രെൻഡ് എടുത്ത് അതേപോലെ മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരേ അച്ചീവ് ആവണമെന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. അത് എനിക്ക് പറ്റത്തുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കൊന്ന് ഏകദേശം 2 കൊല്ലത്തോളം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഒരു മെയിൻ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, 8 മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒരു ദിവസം എടുക്കുക വെച്ചാൽ ഭയങ്കര പാടാണ്. ഞാനത് അതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് രാവിലെ 5:45 എണീക്കും. 5:45 എണീച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺസെപ്റ്റ് ഒക്കെ നോക്കും രാവിലെ ഇരുന്ന്. എൻ്റെ ലൈഫിന് വേണ്ടി തന്നെ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. പേടി മറച്ചു വെച്ച് 2 കൊല്ലം ഫുള്ള്. എനിക്ക് ഞാനൊരു എവിടെയെങ്കിലും ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാലേ എനിക്ക് ഒരിത് വരത്തുള്ളൂ. പഠിക്കാൻ എങ്ങനെയായിരുന്നു അക്കാഡമിക്സിലൊക്കെ? ഞാൻ ഏകദേശം 10 വരെ ആവറേജ് പഠിക്കുമായിരുന്നു. ഇപ്പം +1 പോയി കഴിഞ്ഞപ്പം ഈ പറഞ്ഞിട്ട് അന്നേരം അവിടെ ആവറേജാ. ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പം കൂടുന്ന ഫ്രണ്ട്സിനൊക്കെ കുറേ മാർക്ക് കൂടുതലുണ്ട്. എനിക്ക് മാത്രം മാർക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. ഇതെന്തോ ഒരു ഇത് വന്നു. കാരണം അവരോടെ ഞാനിത് പഠിച്ച, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം 3 സബ്ജക്റ്റ് എന്തോ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 3 സബ്ജക്റ്റ് ഇരുന്ന് 1 മാസം, 1.5 മാസം, 2 മാസം സമയം ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ റെഫർ ചെയ്ത് എൻ്റെ ഒരു സീനിയർ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ആ 3 സബ്ജക്റ്റിനും ഏതോ ഒരു സബ്ജക്റ്റിന് A+ കിട്ടി. ബാക്കി 2 സബ്ജക്റ്റിന് A വരെ ആക്കി. അത് B+ ഒക്കെ രീതിയിൽ കിടന്നതാണ്. എനിക്ക് തോന്നുന്നു 80% എന്തോ 86 അത്രയും ശതമാനം ആക്കി. പിന്നെ സെക്കൻഡറി തൊട്ട് നല്ലപോലെ പഠിക്കാൻ പറ്റും. എനിക്ക് മനസ്സിലായി എനിക്ക് പഠിക്കാൻ പറ്റും മനസ്സിലായി. ഞാൻ പിന്നെ കുത്തിരുന്ന് പഠിച്ചു. കാണാവളത്താണ് ഈ പറഞ്ഞിട്ട് ഫുള്ള് കാണാൻ പഠിച്ച് ചെയ്യുവാണ്. മനസ്സിലാക്കി പഠിക്കുക വെച്ചാൽ അത് കുറവാണ്. പക്ഷെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാണാൻ പഠിച്ച് ചെയ്യാൻ പറ്റും. അത് മാർക്ക് അച്ചീവ് ആവുന്നുണ്ട് പറ്റും എന്ന് മനസ്സിലായി. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ റിസൾട്ട് വന്നപ്പം 5A+ ഒരു A ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല മാർക്കോടെ അവിടുന്ന് ഇതായി പാസ്സായി. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ഒരു വ്യക്തി മെർച്ചന്റ് നേവിയിലേക്ക് പോകാനായിട്ടൊരു കാരണം? ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പറഞ്ഞ മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നാട്ടിലൊരു വില കിട്ടുന്ന ജോബ്, പൈസ നല്ല സാലറി. യങ് ഏജിൽ തന്നെ പെട്ടെന്ന് പൈസ ആയിരിക്കണം ഒരുപക്ഷെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. പൈസയാണ് നമുക്കൊരു വില കുറച്ചുകൂടെ മെർച്ചന്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരു റെസ്പെക്ട് കിട്ടുന്നുള്ള ഒരു ഇത്. അങ്ങനെയാണ് മെർച്ചന്റ് നേവിയുടെ സംഭവത്തിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഡിഗ്രിക്ക് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. BSc മാത്സ് 1 വർഷം പഠിച്ചു. NSS കോളേജിലായിരുന്നു പന്തളം. അവിടെ 1 വർഷം പഠിച്ചു. ആ സമയത്ത് അതിനു മുമ്പ് ഈ +2 കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മെർച്ചന്റ് നേവിയുടെ കോഴ്സ് നോക്കിയാൽ കൊള്ളാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ കോഴ്സുകൾ പഠിക്കുന്ന കോളേജ്, ലൈക്ക് എൻട്രൻസ് എക്സാം പോലെ ഇതിനൊരു എക്സാം ഉണ്ട്. ഇതുപോലെ സ്പോൺസർഷിപ്പ് എക്സാം എന്ന് പറയും. അപ്പോൾ അത് പഠിക്കുന്ന അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ പോയായിരുന്നു. പക്ഷെ അന്നത് കിട്ടിയില്ല. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു എന്നോട് എഴുതാൻ കൊള്ളാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി അവിടുത്തെ കോഴ്സുകൾ. വീണ്ടും ഞാൻ എൻട്രൻസ് എക്സാം പോലത്തെ എക്സാം പല കമ്പനീസ് നടത്തും. അത് ഞാൻ എഴുതി. ഒരു കമ്പനി കിട്ടി, എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജർ എന്ന് പറഞ്ഞ ESM. അവിടെ പോയി അവിടുത്തെ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ അവരുടെ കോളേജിൽ പഠിച്ചു. അവരുടെ കമ്പനി തന്നെ ജോലി ചെയ്തു 2 വർഷത്തോളം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്തോ? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. അപ്പൊ ഇപ്പൊ എങ്ങനെ ലീവ് എടുത്തിട്ടാണോ? എന്താ സ്റ്റേറ്റസ് എങ്ങനെയാ? മെർച്ചന്റ് നേവിനെ സംബന്ധിച്ച് നമ്മുടെ ഇഷ്ടമാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ. കോൺട്രാക്ട് ബേസ് അല്ലേ ഓരോ സെയിലിംഗും. കോൺട്രാക്ട് ബ്രേക്ക് എടുത്താലും എത്രത്തോളം ബ്രേക്ക് എടുക്കാൻ പറ്റും? അതിന് ലിമിറ്റ് ഉണ്ട്. ചില കമ്പനിക്ക് ലിമിറ്റ് ഉണ്ട്. അതാ ചോദിച്ചേ. പല റീസൺ ഒക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഞാനൊരു കാര്യം കുറെ വട്ടം പറഞ്ഞതല്ലേ, അവർക്ക് മനസ്സിലായതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടൊക്കെ. പിന്നെ ഇതുപോലെ ഇപ്പൊ ടെർമിനേറ്റ് ചെയ്ത് കാണും. ഇനി അതിലേക്ക് താല്പര്യമില്ല. എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടം. ആണോ? എന്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ എന്റെ
ലോകം, എന്റെ വീട് കറങ്ങാനൊന്നും പോകുന്നത് അധികം ഇഷ്ടമൊന്നുമല്ല. കാരണം കറങ്ങാൻ പോവാതിരിക്കുന്ന കാരണമുണ്ട്. കാരണം ഞാൻ ഒമിറ്റ് ചെയ്യും നല്ലപോലെ. ഞാൻ എന്റെ വീഡിയോസ് പല വഴിക്ക് ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ എന്നെ തന്നെ കാണിക്കുന്നത്. കാരണം ഞാൻ നല്ലപോലെ ഒമിറ്റ് ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞോട്ട് ഈ വാനൊക്കെ ഉണ്ടല്ലോ, വാനിലൊക്കെ പോകുമ്പോൾ കുറച്ച് ദൂരം പോലെ ഞാൻ ഒമിറ്റ് ടെൻഡൻസി വരും. ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ കുറച്ച് കുറവുണ്ട്. അത് ഞാൻ പിന്നീട് റിയലൈസ് ചെയ്ത് ഫ്രണ്ട് സീറ്റ് കുറവുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സെന്റർ ബാക്കി ഇരുന്നാൽ തീർന്നു. സെന്ററിൽ ഇരുന്നാൽ പോലും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. സെൽഫ് ഡ്രൈവ് ചെയ്ത് പോയെന്ന് നോക്കും, അന്നേരം കുഴപ്പം വരില്ല. ബാക്ക് സീറ്റിൽ ചില മിക്ക വണ്ടികൾക്കും നമുക്ക് തോന്നുന്നതാണ് അതങ്ങനെ. ഡ്രൈവ് ചെയ്യാൻ പൊതുവെ ഞാൻ ഡ്രൈവ് ചെയ്യും. ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇപ്പത്തെ ലോകം എന്ന് പറയണത് അഖിലും വൈഫും നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ ലോകം ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞോട്ട് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞിട്ട് ഞാനിതുപോലെ ഫ്രണ്ട്സൊക്കെ കോമഡി പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ ആരൊന്നും പറയത്തില്ല. പക്ഷെ ചിലർക്ക് മനസ്സിലാവും ഇതുപോലെ അവന് ചിരി വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ഇതുപോലെ ചിരിച്ചപ്പോൾ ഇടയ്ക്ക് ചിരിക്കുമ്പോൾ എന്നെ അടുത്തറിയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവൻ പറഞ്ഞു പുള്ളി ഇതുപോലെ ചുമ്മാ ചിരിക്കും കേട്ടോ. അത് അവന് മനസ്സിലായപ്പോൾ ഞാൻ ഇവനിങ്ങനെ പെട്ടെന്ന് മനസ്സിലായി. ഞാനവിടെ എല്ലാം അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷെ അവന് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ആൾക്കാരും ലൈഫിലുണ്ട്. ഇത്തരത്തിലുള്ള ഇങ്ങനെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ഇടയിൽ, അല്ലേ? അഖിൽ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് തന്നെ അഖിലിന്റെ ഈ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വീഡിയോ എങ്ങനെയാണ്, അവർ പ്രസന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഇത് അഖിൽ കീനായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ പലർക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പോയപ്പോൾ ഒരു പയ്യൻ ചോദിക്കുന്ന കേട്ട്, കുറേ വർഷമായില്ലേ ഒരേ ടൈപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട് മാറ്റണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പക്ഷെ ശ്രമിക്കാറുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ പല പല ട്രെൻഡുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ ട്രെൻഡ് എടുത്ത് അതേപോലെ മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരേ അച്ചീവ് ആവണമെന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. അത് എനിക്ക് പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ പല ആൾക്കാരും ഇപ്പം നല്ല നല്ല ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ആഗ്രഹം വരും അതുപോലെ ചെയ്താൽ കൊള്ളാം. പക്ഷെ ഞാൻ ആലോചിക്കും എന്തിനാ വേണ്ട. പക്ഷെ അതിന് കുറെ കാര്യം അഡോപ്റ്റ് ചെയ്യുക. പക്ഷെ ഞാനായിട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ പാറ്റേൺ ഇതാ, ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കുറച്ചൊക്കെ അഡോപ്റ്റ് ചെയ്യുക, ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്യാതെ ഫുള്ളായിട്ട് മറ്റൊരാളെ കണ്ടിട്ട് അതുപോലെ തന്നെ അവൻ ശ്രമിക്കുന്നതും ഇല്ല, അല്ലെ? അഖിലിൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈല് കൊണ്ടുവരാൻ തന്നെ നോക്കുന്നു. അത് ബിഗ് സ്ക്രീനിൽ എന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഈ ഒരു അഖിൽ NRDക്ക് ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഭയങ്കര കുളിരായിരുന്നു. ആരുടെ കൂടെയാ മൂവി പോയി കണ്ടേ? അച്ഛൻ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചാ പോയത്. അതോടെ എന്നെ കൊണ്ട് ഇതും പറ്റും, ഇതിനെക്കാട്ടിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും ഉള്ളിലുണ്ട്, അല്ലേ? ഉള്ളിലുണ്ട് സാധനം. പക്ഷെ ഈ പറഞ്ഞോട്ട് എനിക്ക് എടുക്കാനാണ് അതൊരു പാട്. എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു. പക്ഷെ ശ്രമിക്കുന്നുണ്ട്, ശ്രമം എന്തായാലും ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് എങ്ങനെ എത്തി, മഹാരാജ ഹോസ്റ്റലിലേക്ക്? അപ്പം ഇതിനെല്ലാം ശേഷം മറ്റേ അതൊക്കെ എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് 3-4-5 വർഷമായി കാണല്ലേ ആവേശം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഏകദേശം 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ 4 വർഷം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ആശകളായിരം 2 വർഷമായില്ലേ? ഫസ്റ്റ് ചെയ്ത മൂവി മഹാരാജ ഹോസ്റ്റല. ആശകളായിരം അല്ലേ? അല്ല, ഫസ്റ്റ് അഭിനയിച്ച മൂവി മഹാരാജ ഹോസ്റ്റല. അതിനകത്താണ് ഈ പറഞ്ഞ അഭിനയം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിച്ചത് മഹാരാജ ഹോസ്റ്റല. കുറച്ച് ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഡിലേ ആയതാണോ? ഓക്കെ. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോഴും ഇതിനകത്ത് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും കൂടെ 2 പേരുണ്ടല്ലോ. അഖിലിന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും പലരുടെയും കൂടെയാണ് അഖിലിന്റെ വീഡിയോസിലെല്ലാം. അവിടെയും അഖിൽ അപ്പം ആ ഒരു കംഫർട്ട് സോൺ തന്നെ ഈ മഹാരാജയുടെ സെറ്റിൽ വന്നപ്പോഴും ഫീൽ ചെയ്തോ? കാരണം സ്വന്തം വീഡിയോ എടുക്കുന്ന ഒരു പാറ്റേൺ തന്നെ അങ്ങനെ. എനിക്ക് നല്ല പേടിയുണ്ട്. ഈ പറഞ്ഞിട്ട് ഈ സംഭവം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ആണോ? അവിടെ ഞാൻ കുറെയൊക്കെ ഫേക്ക് ക്യാമറയ്ക്കും കട്ടിനും ആക്ഷനും ഇടയ്ക്ക് ജീവിക്കണം എന്ന് പറയത്തില്ല, അതേപോലെ എൻ്റെ ഈ സംഭവം ഞാൻ മറച്ചു വെച്ച് അഭിനയിച്ചു. എങ്ങനെ അഖിൽ അങ്ങനെ അഭിനയിക്കാം? ഇത്രയ്ക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അഖിൽ ഇത്രയ്ക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചുറ്റിനും കുറേ പേര്, ക്യാമറ, കുറെ ആൾക്കാര്, ആക്ഷൻ, കട്ട്, ഇതൊക്കെ പറയണു. എങ്ങനെ മുട്ടുകല്ലിടിച്ചില്ലേ? പിടിച്ച് എങ്ങനെ അത് പിന്നെ ഔട്ട് കൊടുക്കാൻ പറ്റി? പക്ഷെ ഉള്ളിലെ ആഗ്രഹമാണ്, ഞാൻ പറയുന്നില്ലേ, ആഗ്രഹം കാരണമാണ് നിൽക്കുന്നത്. ആഗ്രഹം എനിക്ക് പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം, ആൾക്കാർ മോശം പറഞ്ഞാൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം.
വാവ്! ഒരുപാട് ടേക്ക് പോണ്ടി വന്നോ? എനിക്ക് ഡാൻസ് ഈ പറഞ്ഞിട്ട് ഡാൻസ് നല്ലപോലെ പാടാം. ആ. അത് ഈ പറഞ്ഞ പോലെ ഈ ഫിയർ കാരണമാണ് ആ. ഡാൻസ് കളിച്ചാൽ കൊള്ളത്തില്ലേ ആ ഒരു ഫിയർ തോന്നലാണ്. തോന്നല. അപ്പൊ ഡാൻസ് ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത്. കൂട്ടുകാരൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിക്കുക. സിമ്പിൾ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പറ്റുന്നില്ല. എന്റെ ബോഡി അനങ്ങുന്നില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമൊക്കെ. പക്ഷെ അത് കളിച്ച് കളിച്ച് വന്നപ്പോൾ ലാസ്റ്റ് കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ലാസ്റ്റ് പറ്റും എന്നുള്ള സംഭവം വന്നപ്പോൾ ഉള്ളിൽ അപ്പൊ പറ്റും കുറെയൊക്കെ. അഖിലിന്റെ തന്നെ വീഡിയോസ് ചെയ്യുമ്പോഴേ ഇതിപ്പം സിനിമയിലേക്ക് വന്നപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വേറെ ആളുണ്ട്, പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, സ്ക്രിപ്റ്റ് വിടുന്നു, ഇതൊക്കെ ഹെൽപ്പിന് ഒരുപാട് ആൾക്കാരുണ്ട്. അഖിലിന്റെ വീഡിയോയിലേക്ക് വരുമ്പം അഖിൽ ചിലതിനകത്തും ചിലപ്പോൾ 2 പേരെ കാണുള്ളൂ. ചിലപ്പോൾ അഖിൽ തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ചില വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 2-3 പേരായിട്ടുള്ളത് കാണും. അപ്പൊ അഖിൽ തന്നെയാണല്ലോ അവരെ ഡയറക്റ്റ് ചെയ്യണത്. അപ്പൊ അവരോട് എങ്ങനത്തെ ഒരു ആക്ഷനാ കൊടുക്കണ്ടേന്നോ, നീ എന്താ ചെയ്യണ്ടേന്നോ, അതോ അഖിൽ പറഞ്ഞു കൊടുക്കാണോ, അതോ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ളൊരു ഫ്രീഡം ആ കൂടെ ഉള്ളവർക്ക് കൊടുക്കാണോ? അല്ല, കയ്യിലുള്ള ഇൻപുട്സ് ഇടാൻ വേണ്ടി പറയും. ആ. എനിക്കിപ്പോൾ ഞാൻ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനൊരു സംഭവം കാണും. എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ വരണമെന്നാ. ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഇൻപുട്സ് ഇട്ടാൽ പോലും ചിലപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ പറയാം അതിട്ടാ കൊള്ളാം, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നല്ലത് പറയാൻ എന്നാ അതിടാ. എനിക്ക് ഉള്ളിലൊരു സംഭവം തോന്നും അതേപോലെ കിട്ടണം. അപ്പൊ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അഖിൽ അഭിനയിച്ച് കാണിക്കുവോ? നീ ഈ ഒരു മീറ്റർ പിടിച്ച് ഇതുപോലെ ചെയ്യാന്നൊക്കെ പറയും. അവിടെ ആക്ട് ചെയ്ത് കാണിക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ലെവലിലേക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ പറയാറുമുണ്ട് അല്ലേ? അത് നമ്മൾ കുറെ ഇതായി കഴിയുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞോട്ട് വീടെടുക്കുമ്പോ ഞാൻ അത്യാവശ്യം നല്ലപോലെ വർക്ക് വിളിക്കാം. ഈ പറഞ്ഞോട്ട് കൊറോണ ടൈം, ആ ടൈം മെർച്ചന്റ് നേവിയുടെ ലീവിന് വന്നതിന് ശേഷം ഒരു 6-7 മാസം വീട്ടിൽ സമയത്താണ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കൊന്ന് ഏകദേശം 2 കൊല്ലത്തോളം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു മെയിൻ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, 8 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഒരു ദിവസം എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാം. ഞാനത് അതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് രാവിലെ 5:45 എണീക്കും. 5:45 എണീച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺസെപ്റ്റ് ഒക്കെ നോക്കും. രാവിലെ ഇരുന്ന് കൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കും. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം അരുൺ എന്ന് പറഞ്ഞൊരു ആൾ കൂടെ ഉണ്ട്. പുള്ളി ഇതുപോലെ കൺസെപ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കും, മെയിൻ വീഡിയോ കൺസെപ്റ്റുകളൊക്കെ. അങ്ങനെ എല്ലാവരുടെ ഒരു ഇതുമായിട്ട് ഇങ്ങനെ ചെയ്തു. 2 കൊല്ലത്തോളം ഞാൻ ലീവ് എടുക്കാൻ പോയിട്ടില്ല. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ പറഞ്ഞ തൊട്ട് ഉള്ളിൽ അവിടെ ഒരു ഭയമുണ്ട്, മനുഷ്യനെ അവിടെ ജോലി കളഞ്ഞിട്ടാ വന്നേ, വിജയിക്കണം, വിജയിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് 2 കൊല്ലത്തോളം, അതെ എനിക്ക് വേണ്ടി തന്നെ കേട്ടോ. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ പറയാം ഞങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടെന്ന് പറയാം. ഇത് എനിക്ക് വേണ്ടി തന്നെ, എൻ്റെ ലൈഫിന് വേണ്ടി തന്നെ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. പേടി മറച്ചു വെച്ച് 2 കൊല്ലം ഫുള്ള് ഒരു ദിവസം ലീവ് എടുത്ത് കാണത്തില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പറയും എന്തുവാടെ, വീട്ടമ്മയൊക്കെ പറയും ഇടയ്ക്ക്, മോനെ ഇത്ര സ്ട്രെസ് കൊടുക്കണ്ട, കുറച്ച് അല്ലാതൊക്കെ എൻജോയ് കറങ്ങാനൊക്കെ പോകാനൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് തോന്നാറില്ല. എനിക്ക് ഞാനൊരു എവിടെയെങ്കിലും സ്റ്റേജിലെത്തി കഴിഞ്ഞാലേ എനിക്ക് ഒരിത് വരത്തുള്ളൂ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി ഇതുപോലെ ഇനിയിപ്പം കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാതെ കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ 2 ദിവസം കൂട്ടിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പലതും കുറച്ചു. ഇപ്പം സ്റ്റിൽ ഇപ്പോൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് 8:30 പറഞ്ഞാൽ എനിക്ക് 5 മിനിറ്റ് മുമ്പ് എത്തണം. അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്തോ വല്ലാത്ത കൂട്ടാ. ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. ഒന്നും മിസ് ചെയ്യുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട് കൂട്ടാ. അപ്പം 5 മിനിറ്റ് മുമ്പ് എത്തുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ. ഓരോ വീഡിയോ അഖിൽ ഷൂട്ട് ചെയ്യുന്നത് അഖിലിന് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും, എങ്ങനെ അത് വേണം എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു വിഷ്വൽ അത് അഖിലിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഇതിലേക്കും പോകുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനും തുടങ്ങി, 1-2 സിനിമകളൊക്കെ ആയി. അപ്പോൾ ഇനി ഒരു സിനിമയിലേക്കും കൂടെ ഉള്ളൊരു ഇത് കാണുന്നുണ്ടോ? ഒരു വലിയൊരു സ്ക്രിപ്റ്റ് എഴുതുക, അത് അഖിൽ ചെയ്യുക. ഞാനത് ഇടയ്ക്ക് ഞാൻ കാണും. ആണോ? ആഗ്രഹിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലോ. നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്നു. അതെ, ആഗ്രഹിക്കുമ്പോഴല്ലേ അത് നടക്കുക. അപ്പൊ അതും ഇപ്പം മനസ്സിൽ അത് ഈ പറഞ്ഞ ഇടയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലോട്ട് വരണമെന്നൊരു ആഗ്രഹം വന്നല്ലോ. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എഴുതാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്തു. കഥ പോയി പറയുകയൊക്കെ ചെയ്തു. അതെല്ലാം മാറ്റി. ഞാൻ പറയില്ലേ, ഈ പറഞ്ഞ ബ്ലോക്കേജ് എപ്പോഴും ഉണ്ട്. ഇതൊക്കെ മറച്ചു വെച്ച് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. ശ്രമിച്ച് കുറെ കഴിയുമ്പോൾ മാത്രമേ ഇത് അച്ചീവ് ആകത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഒരാളുടെ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നാലും സംഭവം ഈ പറഞ്ഞ സംഭവം മാറത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറെ കഴിച്ചപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറെ നാളെടുക്കും. ചിലക്ക് പെട്ടെന്ന് മാറുമായിരിക്കും. എനിക്ക് കുറെ നാളെടുത്തിട്ടാണ് ഇപ്പൊ കുറെ ഒന്ന് സെറ്റായി വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോസ് ഒന്നും കാണാറില്ലേ?
വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ എനിക്കത് വർക്കാവാറില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. കാണാറുണ്ട്. അപ്പൊ എനിക്ക് കണക്റ്റ് ആവുന്നില്ല അവര് പറയുന്നത്. പലരും പറഞ്ഞാൽ കണക്റ്റ് ആവത്തില്ല. പലരും പലതും പറയും. പക്ഷെ എനിക്ക് എല്ലാം ഒന്നും കണക്റ്റ് ആവാറില്ല. എനിക്ക് എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് തന്നെ തോന്നി ചെയ്താലേ എനിക്കൊരു സെറ്റ് ആവുള്ളൂ. എന്നിട്ട് ഈ എഴുതുന്ന സ്ക്രിപ്റ്റ് സിനിമയിലേക്ക് ആക്കിയപ്പോഴും അതും ഒരു കോമഡി ബേസ്ഡിലുള്ള സംഭവമാണോ, ആ ഒരു ജോൺറ ആണോ? സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ കഥ പോയി പറഞ്ഞു. പക്ഷെ ഏകദേശം ഈ പറഞ്ഞുള്ള ഒരു ടീം ഓക്കെ പറഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞു. പക്ഷെ ചില കാരണങ്ങൾ കാരണം ഫുള്ള് സ്ക്രിപ്റ്റ് ഞാൻ കഥ ഫുള്ള് ഞാൻ കൊടുത്തു. ഒരു സ്ക്രിപ്റ്റ് ഇതുപോലെ നമ്മുടെ ടീമുണ്ട്, അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവർ റെഡി ആയിക്കോളാം. എന്നിട്ട് അവർ കഥ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞ് ടീമിന് കൊടുത്തു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് ബ്ലോക്ക് ആയിപ്പോയി. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യത്തെ സൂപ്പർ ലേഡിയുടെ ഒരു സ്റ്റോറി പറയുന്നത് അപ്പോഴത്തേക്ക് ലോകമൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ സെയിം പോലെ തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു രീതിയിലും കോമഡി ടൈപ്പ് ആയിരുന്നില്ല. കുറെ കോമഡി ആയിരുന്നു. ആണോ? കോമഡിയിലൂടെ ഉള്ള ഒരു സൂപ്പർ ഹീറോ, ഐ മീൻ ഹീറോയിൻ, അങ്ങനെയാണ്. ചേച്ചി എനിക്ക് ആഗ്രഹം ഉണ്ടായത് ചേച്ചി സൂപ്പർ ലേഡി ആയിട്ട് വരുന്ന ഒരു കഥ ചെയ്യണം. അന്ന് ഈ ലോകയ്ക്ക് മുമ്പ് ഇപ്പൊ കേട്ടാ എന്ത് പറഞ്ഞു? ഏട്ടാ നിനക്ക് അന്ന് ചെയ്യായിരുന്നില്ലേ? നമുക്ക് ആക്സസ് ചെയ്യാൻ സാധ്യത ചാൻസ് ഉണ്ട്. പക്ഷെ അത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് നടന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ലോക വന്നു. ഓക്കെ, ഇനിയിപ്പോ മാറി ചിന്തിക്കണം അല്ലേ? വേറെ കഥ ഒരു കഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതേപോലെ നൂറുകണക്കിന് ആൾക്കാർ അവിടെ ചിന്തിക്കുന്നുണ്ട്. അതാണ്. പക്ഷെ എഴുതുമ്പോ എന്താ അഖിലിന് തോന്നുന്നത്? അഖിൽ എങ്ങനെ എഴുതിയാലും അതൊരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ട് തന്നെ വരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഉള്ളിലൊരു ഇങ്ങനെയാണ് കോമഡി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതെന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരും. എന്തൊക്കെ ചെയ്താലൊക്കെ ഏകദേശം അത് വരും. എൻ്റെ ഉള്ളിൽ സംഭവം ഇതാണ് കോമഡി. ചിലപ്പോൾ അതായിരിക്കത്തില്ല കോമഡി. എൻ്റെ ഉള്ളിലൊരു സംഭവം വരും, ഇതാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് കോമഡി. അപ്പം എഴുതുമ്പോഴായാലും ഈ പറഞ്ഞ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും വരും, അഭിനയിക്കുമ്പോഴൊക്കെ അത് വരും. അപ്പൊ അഖിലിനെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ച് ആയിരിക്കും ഒരു പക്ക ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു പക്ക വേറൊരു നെഗറ്റീവ് ഷെയ്ഡിലോ അതെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നേടിയെടുക്കും അഖിൽ, ഫോർ ഷുവർ. അഖിൽ കുറച്ച് ടൈം എടുക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ നേടിയെടുക്കും. സൈക്കോ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു രീതിയിലും സീറോ കോമഡിയിലൂടെ വേറൊരു ഇമോഷണലി തന്നെ കൊണ്ടുപോകും. സിനിമയിലേക്ക് കോമഡി ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇല്ല. എന്റെ ആഗ്രഹം ഇതുപോലെ നായകനാണോന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ തൊട്ട് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്താൽ കൊള്ളാന്ന്. ഓക്കെ, അതാണ് കൂടുതൽ താല്പര്യം. കുറെ അഭിനയിക്കാനുണ്ടല്ലോ അപ്പൊ അവിടെ, അല്ലേ? ഓക്കെ, ഇപ്പോ നമ്മുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ പബ്ലിക് തന്നെയും ഇൻഫ്ലുവൻസേഴ്സിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഇത്. സ്വീകരിക്കുന്നുണ്ട്, തിരിച്ച് അതെ, അതുകൊണ്ട് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും മോർ വെൽക്കമിങ്ങും കൂടി ആണല്ലോ. പറയുന്നറിയോ, ഇപ്പൊ ഓരോ സെന്റൻസ് പറയുമ്പോൾ അതിൽ കമന്റ് വരും, അതിനെല്ലാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇങ്ങനെ ചവിട്ടിയിടുന്നുണ്ട്. അപ്പൊ അവിടെ അമ്മമാർക്ക് ഓക്കെ ആയി, കാണുന്നവർക്ക് പറയണ്ട, അവൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്, അല്ലേ? ഓക്കെ, എന്തായാലും ആ ഒരു വെൽക്കം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ ഒരുപാട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളിപ്പോൾ എത്ര സിനിമകളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് ഇപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പം അഖിലിന് അതുകൊണ്ട് മൂവിയിലേക്ക് വരിക, ഇവിടെ ഒരു പ്ലേസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് കുറേ കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന പിന്നെ അത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇപ്പൊ ഇപ്പൊ നോർമലി ഒരു മനുഷ്യനായാലും ഒരു സിനിമ എടുക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് റീച്ച് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ നമുക്ക് സിനിമയ്ക്ക് അതൊരു ഗുണകരമായിട്ട് അങ്ങനെ ചിന്തിക്കാത്തവരും ഉണ്ട്, ചിന്തിക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല, ഞാനിപ്പം വേറെയും കുറച്ച് പേരുടെ സിനിമ ഡിസ്കഷനിൽ ഞാൻ കേട്ട കാര്യമാണ്, നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യിക്കാം. കാരണം അവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെങ്കിലും നമ്മുടെ സിനിമ റിസീവ് ചെയ്യും. അങ്ങനെയെങ്കിലും നമ്മുടെ കാരണം നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതിനെ സെല്ല് ചെയ്യാനായിട്ടും ഇപ്പം ചില ആൾക്കാർ അങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങി, സിനിമ മേക്കേഴ്സ് ഒക്കെ. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ, അങ്ങനെ ഒരു തിങ്കിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലെങ്കിൽ പോലും അവര് ഇരിക്കട്ടെ, ഓക്കെ, അത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മഹാരാജ ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്കുണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എന്നാലും വന്നു, സിനിമ ആഗ്രഹവും ഉള്ളതുകൊണ്ട് ചെയ്തു. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുന്നു. ഇനിയിപ്പോൾ അഖിൽ NRD ഒരു സിനിമയുടെ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റും. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം പഠിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. റീലിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സിനിമ എന്നുള്ള സംഭവം പഠിക്കാൻ വേണ്ടി പറ്റി. ഇപ്പൊ റീലിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ മാത്രമായിരിക്കും. ഓക്കെ നമ്മൾ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ എടുത്തു അത് ഓക്കെ. പക്ഷെ അവിടെ ഓക്കെ പറഞ്ഞ ഡയറക്ടറാണ്.
അത് ആ ഒരു ഓക്കെ കിട്ടാൻ വേണ്ടി കുറേ നേരം ചിലപ്പോൾ ടേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മഹാരാജ ഹോസ്റ്റൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്തായാലും. അങ്ങനെ ആയാലും പിന്നെയും വീണ്ടും ചെയ്യോ ഇതേപോലെ ഇത്ര നാൾ എടുത്തോണ്ടിരുന്ന പോലത്തെ? ആയാലും ആയില്ലേലും ചെയ്യും. സോഷ്യൽ മീഡിയ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കാരണം അത്ര നാൾ ജീവിക്കാനുള്ള ഒരു വക തന്നത് സോഷ്യൽ മീഡിയ. അതെ, അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും അല്ലേ? ഞാൻ അന്ന് ഹാഷിറിന്റെ അടുത്തും അവരുടെ ടീമിന്റെ അടുത്തും ഇത് തന്നെ ചോദിച്ചു. അപ്പൊ അവരും ഇത് തന്നെയാ പറഞ്ഞത്, ഞങ്ങളാക്കിയത് ഞങ്ങളുടെ വീഡിയോസ് ആണ്. സോ ഡെഫിനറ്റ്ലി മൂവി അന്ന് ഹിറ്റ് ആയാൽ പോലും ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുമെന്ന് അവർ പറഞ്ഞിരുന്നു. സെയിം ആണ് അഖിലിനും അല്ലേ? എന്തായാലും ഈ ഒരു പക്ഷേ ഇനി സിനിമകൾ കൂടുമ്പോൾ ചെയ്യുന്ന വീഡിയോസിന്റെ എണ്ണം മേ ബി കുറയാം, പക്ഷെ മാക്സിമം ചെയ്യും. ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സിനിമാ നടനായി ഇനി ഇതൊന്നും വേണ്ട എന്ന് മാറ്റിവെക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത്. കാരണം ഈ സാഹചര്യം വരുമ്പോ എങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. അതെ അതെ. എങ്കിലും എന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് സിനിമ വന്നാൽ പോലും വരുമെന്ന തരത്തിലേക്ക് പിന്നെ വന്നാൽ പോലും രണ്ടും കൊണ്ടുപോകും. ഇത്ര അധികം അഖിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? എത്ര പേരുടെ ടെൻഷൻ ഒരു അല്പസമയത്തേക്കെങ്കിലും മാറ്റാൻ അഖിലിന് പറ്റിയിട്ടുണ്ട് അഖിലിന്റെ വീഡിയോസിലൂടെ, അഖിൽ ചെയ്യുന്ന ഓരോ കോമഡിയിലൂടെ. എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിരിക്കുമ്പോൾ അഖിലിന്റെ കണ്ടിട്ട് ഇരുന്ന് ഓരോ വീഡിയോസും കാണുമ്പം നല്ലതല്ലേ? അപ്പൊ അത് അഖിലിനെ കൊണ്ട് പറ്റും അല്ലേ? ഇനി ആ ഉള്ളിലുള്ള സംഭവം എടുത്തൊന്ന് മാറ്റി നോക്കിക്കേ. പേടിച്ച് 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 അരച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. പക്ഷെ പേടി പേടിച്ച് പേടിച്ച് അരച്ചരച്ച് തന്നെ മാറണം. അത് മാറ്റി കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് സ്ട്രോങ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റും, ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ഐ ഷുഡ് ഡു ഇറ്റ് എന്നുള്ള സംഭവം റിപ്പീറ്റഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കൽ ആയിട്ടുള്ള സംഭവം. മുമ്പേ പറഞ്ഞില്ലേ ഫഹദ് ആദ്യം വന്നു പോയി, രണ്ടാമത് വന്നപ്പോൾ എന്തൊക്കെയാ ചെയ്തത്, അതേപോലെ ചെയ്യാൻ പറ്റും. എന്തായാലും പറ്റും. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ലൈഫിൽ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആവുക. ആൾക്കാർ പറയില്ലേ, അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അഖിൽ വിചാരിച്ചിരിക്കുന്നതേ ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും വന്നാൽ ലൈക്ക് നടക്കൂന്ന് എനിക്ക് ഉറപ്പില്ല. അല്ല, പക്ഷെ അതാണ് പ്രോബബിലിറ്റി അല്ലേ? അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ പറഞ്ഞ ഡാൻസ് കളിക്കാൻ പാടാന്നുള്ളത് മാറ്റി വെച്ചിരുന്നു. പക്ഷെ അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ, കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റും. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ വരാൻ പറ്റിയെന്നുള്ളൊരു തോന്നലുണ്ട്. ഈ ഒരു സെറ്റ് മഹാരാജ തന്ന സമ്മാനം, അല്ലെങ്കിൽ മഹാരാജ തന്ന ഒരു നല്ലൊരു ഓർമ്മ, അല്ലെങ്കിൽ നല്ലൊരു അറിവ്, അതെന്തായിരിക്കും? മഹാരാജയിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു സിനിമ സെറ്റ് എന്താണ്, ഡയറക്ടർ എന്താണ്, ഈ പറഞ്ഞ ആദ്യമായിട്ട് ചെയ്ത പടമല്ലേ, ഡയറക്ടർ എന്താണ്, അവരുടെ അടുത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത്, സജഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാം. ആർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ഡയറക്ടർ ഒരു സംഭവം ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞേക്കണല്ലേ, ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവത്തില്ലേന്ന്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എങ്ങനെ സജഷൻ കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി. ഷൂട്ടിംഗ് കാണാൻ പോവായിരുന്നോ? ഇല്ല, പോയിട്ടേ ഇല്ല. ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ അതിനു മുമ്പ് ഞാനൊരു എന്താ പറയുന്ന ഒരു ആഡ് ചെയ്തായിരുന്നു. ഞാൻ പുറത്തുപോയി അഭിനയിച്ചിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പുറത്തുപോയി അഭിനയിച്ച ഒരു ആടിന് വേണ്ടി മാത്രമാണ്, ഒരു ക്രിക്കറ്റിന്റെ ഒരു ആഡിന് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രമാണ് അഭിനയിച്ചത്. അത് ഏകദേശം എനിക്ക് വന്ന് എൻ്റെ ഏകദേശം ഫ്ലോപ്പ് ആയി പോയ സംഭവം. എനിക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ഈ പറഞ്ഞ ഫിയർ കൂടി എന്നിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ മഹാരാജ ഹോസ്റ്റലിൽ. അവിടെ പോയിട്ടാണ് ഈ പറഞ്ഞ കുറച്ചുകൂടെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറെ അവിടെ തുടങ്ങി. ആദ്യമേ ഈ പറഞ്ഞ സ്വന്തമായിട്ട് ക്യാമറ വെച്ച് അത് ചെയ്ത് കുറെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച് അവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയത് മഹാരാജ ഹോസ്റ്റലിന്റെ വന്നേശ. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ ബ്രേക്ക് ആവും, കുറെ കഴിയുമ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്ത് വരും അല്ലേ? എന്തായാലും പറ്റും.